ശാരീരികമായ സൗന്ദര്യത്തിനും ശാരീരികമായ നല്ല ആരോഗ്യത്തിനും നല്ല ശരീരപ്രകൃതിക്കൊക്കെ വേണ്ടിയിട്ട് മഹാനാകുന്ന സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന 10 കാര്യങ്ങളുണ്ട്. ഈ 10 കാര്യങ്ങൾ പകർത്തുകയാണെങ്കിൽ, ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ശരീരപ്രകൃതി, നല്ല ആരോഗ്യമുള്ള ശരീരം, രോഗങ്ങളില്ലാത്ത അവസ്ഥ, അതുപോലെ നല്ല സൗന്ദര്യം ഒക്കെ ഉണ്ടാകും എന്ന് മഹാനാകുന്ന അലി തങ്ങൾ പറയാൻ. അലി റളിയല്ലാഹു അൻഹു നമുക്കറിയാം വലിയ അറിവുള്ള ആളാണ്. സ്വഹാബികൾ കൂടത്തി വലിയ അറിവുള്ള ആളാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എലിമിൻ്റെ മഹാപട്ടണമാണ്, ആ പട്ടണത്തിലേക്കുള്ള വാതിൽ അലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ കൂടിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഏതായാലും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 10 കാര്യങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഉപ്പ് തൊട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും, എന്ത് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലും ഉപ്പ് തൊട്ട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഉപ്പ് തൊട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായാൽ 70ഓളം രോഗങ്ങളിൽ നിന്ന് അവനക്ക് ശിഫയുണ്ട് എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തുകയാണ്. 70ഓളം രോഗങ്ങളിൽ നിന്ന് അവനക്ക് ശിഫയുണ്ട് എന്നാണ്. രണ്ടാമതായി അജുവ കാരക്ക നിർബന്ധമായും കഴിക്കുക. ഒരു ദിവസം 7 എണ്ണമെങ്കിലും അജുവ കാരക്ക കഴിക്കുക. അജുവ കാരക്ക കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലുള്ള എല്ലാവിധ കീടങ്ങളെയും നശിപ്പിച്ച് കളയും. അവൻ്റെ ശരീരത്തിൽ പിന്നെ ഒരു കീടങ്ങളും ഒരു കൃമികളും ഉണ്ടാവുകയില്ല. എല്ലാ കീടങ്ങളെയും അത് നശിപ്പിച്ച് കളയും. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനയിൽ മുളപ്പിച്ച ഈത്തപ്പന മരമായിരുന്നു അജുവ കാരക്ക. ഇൻഷാ അല്ലാഹ് ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ശാരീരികമായി ഉണ്ടാകുന്ന എല്ലാ രോഗാണുക്കളെയും അത് നശിപ്പിച്ച് കളയും. അത് എത്ര വലിയ രോഗാണുക്കളാണെങ്കിലും അത് നശിപ്പിച്ച് കളയാൻ അതിന് കഴിവുണ്ട് എന്ന് തന്നെയാണ് മഹാനുഭാവൻ രേഖപ്പെടുത്തി വെക്കുന്നത്. അതുപോലെ നമുക്കറിയാം വയറ്റിൽ മുഴ, ഗർഭപാത്രത്തിൽ മുഴ, അങ്ങനെ തുടങ്ങി വയറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമനോഹരമായ ചികിത്സയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വയറ്റിൽ എന്ത് കീടങ്ങളുണ്ടെങ്കിലും, മുഴയാകട്ടെ, ഇനി മറ്റെന്ത് കീടങ്ങളാകട്ടെ, മറ്റെന്ത് രോഗമാവട്ടെ, അതൊക്കെ ശിഫയാകാൻ എല്ലാ ദിവസവും ഒരു 7 അജുവ കഴിക്കുന്ന രീതി ഉണ്ടായാലും മതി, അജുവ കാരക്ക കഴിക്കുന്ന രീതി ഉണ്ടായാലും മതി. വയറ്റിൽ നിന്നുള്ള എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണ് എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തുകയാണ്. മൂന്നാമതായി ചുവന്ന ഉണക്കമുന്തിരി ഒരു 21 എണ്ണം എല്ലാ ദിവസവും കഴിക്കുക. ചുവന്ന ഉണക്കമുന്തിരി എല്ലാ ദിവസവും 21 എണ്ണം അത് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ശരീരത്തിലുള്ള കലകൾ, മുറിപ്പാടുകൾ, അതുപോലെ തന്നെ ശാരീരികമായുള്ള മുഴ പോലുള്ള പ്രയാസങ്ങൾ, കുരു പോലുള്ള പ്രയാസങ്ങളൊക്കെ അത് നീക്കിത്തരും എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഉണക്കമുന്തിരി ദിവസവും 21 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായി നല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള വലിയ കാര്യമാണ് എന്ന് തന്നെയാണ് മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നത്. നാലാമതായി മഹാനുഭാവൻ പറയാണ് മാംസം കഴിക്കുക. മാംസം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല ഇറച്ചി വർദ്ധിക്കും. മാംസം കഴിച്ചാൽ ഇറച്ചി വർദ്ധിക്കും, മാംസം വർദ്ധിക്കും എന്ന് അലിയാത്തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മാംസച്ചാറ് അതത്ര നല്ലതുമല്ല, അത് ശരീരത്തിൻ്റെ ഹാനികരമാണ് എന്നാണ് മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നത്. ആറാമതായി അദ്ദേഹം പറയുന്നു പശുവിൻ്റെ ഇറച്ചി അത് രോഗമാണ്. പശു ഇറച്ചി നല്ലതല്ല. പശുവിൻ്റെ പാൽ അത് ശിഫയാണ്. പശുവിൻ്റെ നെയ്യ് അത് മരുന്നാണ് എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പശുവിൻ്റെ ഇറച്ചി നല്ലതല്ല, പശുവിൻ പാൽ ശിഫയാണ്, അതുപോലെ പശുവിൻ്റെ നെയ്യ് അത് മരുന്നാണ് എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നു. ഏഴാമതായി അദ്ദേഹം പറയുന്നുണ്ട് ഈത്തപ്പഴം സ്ഥിരമായി ഗർഭിണികൾ കഴിക്കുക. ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾക്ക് പൊതുവെ ഈത്തപ്പഴം കഴിക്കാൻ നീരസം ഉണ്ടായിരിക്കാം. എങ്കിലും ഈത്തപ്പഴം കഴിക്കുന്നത് ഗർഭത്തിലുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഉമ്മക്കും ഒക്കെ സുഖപ്രസവം ഉണ്ടാവാനുമൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത്. എട്ടാമതായി കഫം, തൊണ്ടയിൽ കഫം എന്ന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഈ കഫം ഒന്ന് പോയി കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എട്ടാമതായി മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നത് മിസ്വാക്ക് ചെയ്യുന്ന രീതി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ 5 വക്തിലും
ഞാൻ നിങ്ങളോട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു, ലൗലാ നശുക്ക ഉമ്മത്തി എന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ സുന്നത്തുള്ള കാര്യമല്ല. ലൗലാ നശുക്ക ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രയാസമാവുകയില്ലായിരുന്നുവെങ്കിൽ 5 വക്തിലും ഞാൻ അവനോട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. മിസ്വാക്ക് ചെയ്യൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മിസ്വാക്ക് ചെയ്യുന്ന സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ, എപ്പോഴും മിസ്വാക്ക് ചെയ്യുന്ന സ്വഭാവം, അതുപോലെ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഭാവം, ഈ 2 സ്വഭാവം ഉണ്ടെങ്കിൽ അവനക്ക് കഫം ഉണ്ടാവുകയില്ല, കഫം കൊണ്ടുള്ള പ്രയാസം ഉണ്ടാവുകയില്ല. അതുപോലെ 9ാമതായി പ്രഭാത ഭക്ഷണം മാക്സിമം നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. പ്രഭാത ഭക്ഷണം മാക്സിമം നാസ്ത വേഗം നേരത്തെ കഴിക്കുക. അതിങ്ങനെ ഒരുപാട് സമയത്തെ പിന്തിപ്പിക്കുന്നത് അത്ര ആരോഗ്യത്തിന് സുഖകരമല്ല. അത് മാക്സിമം നേരത്തെ തന്നെ ആക്കുക. അതുപോലെ രാത്രി ഒരിക്കലും പട്ടിണിയാകാതെ കടന്നുറങ്ങാൻ ശ്രദ്ധിക്കണം. അതായത് രാത്രിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണാഹാരം നമ്മൾ കഴിക്കണം. രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നിറങ്ങുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. എന്തെങ്കിലും ഒരു ഭക്ഷണം, ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിക്കൽ അത്യാവശ്യമാണ്. ആരോഗ്യത്തിന് അത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. 10ാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഒരു ദിവസം തന്നെ പല തവണകളിൽ ഏർപ്പെടുന്നത് ഒന്ന് ഒഴിവാക്കണമെന്നാണ്. ഒരുപാട് തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആരോഗ്യപരമായി ഗുണകരമല്ല. അത് ചുരുക്കുന്നത് നല്ലതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം ചുരുക്കുന്നത് നല്ലതാണ് എന്ന് മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആരോഗ്യപരമായി നല്ല മുന്നേറ്റം ഉണ്ടാവാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. ഈ ദിക്ർ എല്ലാ ദിവസവും വർദ്ധിപ്പിക്കുക. ആരോഗ്യപരമായി നല്ല നേട്ടമുണ്ടാക്കാൻ ഈ ദിക്ർ സഹായകരമാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.